എവിടെ രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്താണ് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ ഒരു ലേവ്യൻ വന്നു താമസിച്ചത്. ഉത്തരം ഇസ്രായേലിൽ. എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്നു താമസിച്ചത് ആര്? ഉത്തരം ഒരു ലേവ്യൻ. എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്നു താമസിച്ച ലേവ്യൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത്? ഉത്തരം യൂദായിലെ ഒരു ബെത്ലഹേംകാരിയെ. യൂദായിലെ ഒരു ബെത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചത് ആര്? ഉത്തരം എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്നു താമസിച്ച ഒരു ലേവ്യൻ. ഉപനാരി ആരോട് പിണങ്ങിയാണ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയത്? ഉത്തരം ലേവ്യനോട്. ആരാണ് ലേവ്യനോട് പിണങ്ങി പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയത്? ഉത്തരം ലേവ്യൻ്റെ ഉപനാരി. ലേവ്യൻ്റെ ഉപനാരി പിണങ്ങി എങ്ങോട്ടാണ് പോയത്? ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. ലേവ്യനോട് പിണങ്ങി ഉപനാരി എത്ര മാസം താമസിച്ചു? ഉത്തരം ഏകദേശം 4 മാസം. ഏകദേശം 4 മാസം ആരോട് പിണങ്ങിയാണ് ഉപനാരി മാറി താമസിച്ചത്? ഉത്തരം ലേവ്യനോട്. ഉപനാരിയോട് അനുനയം പറഞ്ഞ് തിരികെ കൊണ്ടുവരാൻ ആരാണ് പോയത്? ഉത്തരം ലേവ്യൻ. ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ പോയപ്പോൾ ലേവ്യൻ എന്തൊക്കെയാണ് കൊണ്ടുപോയത്? ഉത്തരം ഒരു വേലക്കാരനും 2 കഴുതകളും. ഒരു വേലക്കാരനെയും 2 കഴുതകളെയും കൂട്ടി ലേവ്യൻ എങ്ങോട്ടാണ് പോയത്? ഉത്തരം തൻ്റെ ഉപനാരിയുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. യുവതിയുടെ പിതാവ് ആരെയാണ് സന്തോഷത്തോടെ സ്വീകരിച്ചത്? ഉത്തരം ലേവ്യനെ. യുവതിയുടെ പിതാവിൻ്റെ ഭവനത്തിൽ താമസിക്കാൻ ലേവ്യനെ നിർബന്ധിച്ചത് ആര്? ഉത്തരം ലേവ്യൻ്റെ അമ്മായിയപ്പൻ. 4-ാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റ് യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ യുവതിയുടെ പിതാവ് എന്തു പറഞ്ഞു? ഉത്തരം അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. അങ്ങനെ അവർ 2 പേരും ഒരുമിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്തു. ആരെല്ലാം? ഉത്തരം യുവതിയുടെ പിതാവും ലേവ്യനും. പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായപ്പൻ്റെ നിർബന്ധം കാരണം ലേവ്യൻ എന്തു ചെയ്തു? ഉത്തരം വീണ്ടും അവിടെ താമസിച്ചു. 5-ാം ദിവസം എപ്പോഴാണ് ലേവ്യൻ പോകാൻ തയ്യാറായത്? ഉത്തരം അതിരാവിലെ. 5-ാം ദിവസം അതിരാവിലെ പോകാൻ തയ്യാറായ ലേവ്യനോട് യുവതിയുടെ പിതാവ് എന്താണ് പറഞ്ഞത്? ഉത്തരം ഭക്ഷണം കഴിച്ച് ക്ഷീണം അകറ്റുക, വെയിൽ ആറുന്നത് വരെ താമസിക്കുക. ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ എന്തു പറഞ്ഞു? ഉത്തരം ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക, നാളെ രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം. ലേവ്യൻ അമ്മായിയപ്പൻ്റെ നിർബന്ധം നിമിത്തം എത്ര ദിവസം വരെ അവിടെ താമസിച്ചു? ഉത്തരം 5 ദിവസം. ലേവ്യനും സംഘവും രാത്രി പുറപ്പെട്ട് എവിടെ എത്തിച്ചേർന്നു? ഉത്തരം ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്തെത്തി. നമുക്ക് ജബൂസ്യരുടെ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാമെന്ന് ലേവ്യനോട് പറഞ്ഞത് ആര്? ഉത്തരം
ലേവ്യൻ്റെ ഭൃത്യൻ. നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാമെന്ന് ഭൃത്യൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം ലേവ്യനോട്. ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്ന ലേവ്യൻ എവിടെയാണ് ഇരുന്നത്? ഉത്തരം നഗരത്തിൽ തുറസായ സ്ഥലത്ത്. അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്ത് ഇരിക്കാനുള്ള കാരണം എന്ത്? ഉത്തരം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. അവൻ എഫ്രായിം മലനാട്ടുകാരനും ഗിബയായിൽ വന്ന് താമസിക്കുന്നവനും ആയിരുന്നു. ആര്? ഉത്തരം വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്ന വൃദ്ധൻ. പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ട വൃദ്ധൻ എന്താണ് അവനോട് ചോദിച്ചത്? ഉത്തരം നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു? ലേവ്യൻ എവിടെ നിന്നും എവിടേക്ക് പോകുന്നു എന്നാണ് വൃദ്ധനോട് പറഞ്ഞത്? ഉത്തരം ബത്ലഹേമിൽ നിന്നും ഇസ്രായേൽ മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക്. നമുക്ക് ജബൂസ്യരുടെ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാമെന്ന് ഭൃത്യൻ യജമാനനോട് പറയാൻ കാരണമെന്ത്? ഉത്തരം ജബൂസ്യരുടെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നതുകൊണ്ട്. ജബൂസ്യരുടെ പട്ടണത്തിൽ അല്ലാതെ വേറെ എവിടെ താമസിക്കാമെന്നാണ് ലേവ്യൻ ഭൃത്യനോട് പറഞ്ഞത്? ഉത്തരം ഗിബയായിലോ റാമായിലോ. ഇസ്രായേലിയരുടേതല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത് ആര് ആരോട് പറഞ്ഞു? ഉത്തരം യജമാനൻ ഭൃത്യനോട്. ഗിബയ ഏത് ഗോത്രക്കാരുടെ പട്ടണമായിരുന്നു? ഉത്തരം ബെഞ്ചമിൻ. യജമാനനും മറ്റും കണ്ടുമുട്ടിയ ആ വൃദ്ധൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ. ഞാൻ യൂദായിലെ ബത്ലഹേമിൽ പോയതാണെന്ന് യജമാനൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം വഴിയിൽ കണ്ടുമുട്ടിയ വൃദ്ധനോട്. സമാധാനമായിരിക്കുക, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുതെന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ വൃദ്ധൻ ലേവ്യനോട്. സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ. ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എന്ന് വീട്ടുടമസ്ഥൻ ആരോടാണ് പറഞ്ഞത്? ഉത്തരം വീട്ടുടമസ്ഥൻ തൻ്റെ വീട് വളഞ്ഞ നഗരത്തിലെ ചില ആഭാസന്മാരോട്. തൻ്റെ അതിഥിക്ക് പകരം ആരെ വിട്ടു നൽകാമെന്നാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞത്? ഉത്തരം കന്യകയായ തൻ്റെ പുത്രിയെയും ലേവ്യൻ്റെ ഉപനാരിയെയും. ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത്. ഈ മനുഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെ? ഉത്തരം ലേവ്യനെ. ലേവ്യൻ തൻ്റെ ഉപനാരിയെ കൂട്ടി എങ്ങോട്ടാണ് പോയത്? ഉത്തരം തൻ്റെ വീട്ടിലേക്ക്. ലേവ്യൻ തൻ്റെ വീട്ടിലേക്ക് എപ്രകാരമാണ് തൻ്റെ ഉപനാരിയെ കൊണ്ടുപോയത്? ഉത്തരം കഴുതപ്പുറത്ത്. ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ചത് ആര്? ഉത്തരം ലേവ്യൻ. ലേവ്യൻ തൻ്റെ ഉപനാരിയുടെ അവയവങ്ങൾ എത്ര കഷ്ണങ്ങളാക്കി? ഉത്തരം 12 കഷ്ണങ്ങൾ. തൻ്റെ ഉപനാരിയുടെ അവയവങ്ങൾ ലേവ്യൻ എവിടേക്കാണ് കൊടുത്തുവിട്ടത്? ഉത്തരം ഇസ്രായേലിൽ എല്ലായിടത്തേക്കും. ഇസ്രായേലിൽ എല്ലായിടത്തേക്കും ഉപനാരിയുടെ അവയവങ്ങൾ കൊടുത്തുവിട്ടത് ആര്? ഉത്തരം ലേവ്യൻ. ഇസ്രായേൽ എവിടെ നിന്നും വന്നതിന് ശേഷമാണ് ഇപ്രകാരം ഒന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്? ഉത്തരം ഈജിപ്തിൽ നിന്നും. ഇപ്രകാരം ഒന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം
ലേവ്യന് തൻ്റെ ഉപനാരിയുടെ അവയവങ്ങൾ 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തുവിട്ട സംഭവം. എന്തൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് ലേവ്യൻ വൃദ്ധനോട് പറയുന്നത്? ഉത്തരം: കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും, ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും. ആരാണ് വൃദ്ധൻ്റെ വീട് വളഞ്ഞത്? ഉത്തരം: നഗരത്തിലെ ചില ആഭാസന്മാർ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: നഗരത്തിലെ ചില ആഭാസന്മാർ വൃദ്ധനോട്. ലേവ്യൻ്റെ ഉപനാരി എവിടെയാണ് തളർന്നു വീണത്? ഉത്തരം: തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ. ലേവ്യൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങിയപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം: തൻ്റെ ഉപനാരി കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത്.